എല്ലാ സീസണിലും അവസാന ഘട്ടത്തിൽ ബിഗ് ബോസ് നടത്താറുള്ള ടാസ്ക്കാണ് കേട്ടോ മിറർ ടാസ്ക്. ആക്ടിവിറ്റി ഏരിയയിൽ തന്നെയാണ് എല്ലാ സീസണിലും നടക്കുന്നത്. അല്പസമയം മുമ്പ് സീസൺ 7 ടാസ്ക് പര്യവസാനം ഉണ്ടായിരിക്കുകയാണ്. അവസാനം വന്നിരിക്കുന്ന അനുമോളാണ് കേട്ടോ. മിററിന് മുന്നിൽ സംസാരിക്കുക, അതായത് തൻ്റെ പ്രതിബിംബത്തോട് സംസാരിക്കുക. അതായത് പടച്ചുവിട്ട കള്ളമോ നുണയോ ഒന്നുമില്ലാതെ ഫേക്ക് ആയിട്ടുള്ള ഗെയിമൊന്നും വേണ്ട. അവിടെ മറ്റാരുമില്ല, അവിടെ ഉള്ളത് നമ്മൾ മാത്രമാണ്. അപ്പം നമ്മുടെ പ്രതിബിംബത്തോടെങ്കിലും സത്യം പറയണ്ടേ. എനിക്ക് തോന്നുന്നു ഈ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ നുണ പറയാതെ സത്യങ്ങൾ പറഞ്ഞുകൊണ്ട് ടാസ്ക് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നിവിനും അനുമോളും മാത്രമായിട്ടാണ്. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ മിറർ നോക്കിയിട്ടും കള്ളങ്ങൾ പടച്ചു വിടുമായിരുന്നു. അവരൊക്കെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ തേച്ചൊട്ടിക്കാൻ കിട്ടിയൊരു അവസരം പോലെയാണ് കേട്ടോ ഈ ഒരു ടാസ്കിന് എടുത്തേക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ കഴിഞ്ഞതാണെങ്കിലും ഇന്നത്തെ ആണെങ്കിലും എല്ലാവരും PR, സപ്പോർട്ട്, ലവ് റിജക്റ്റ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്തത്. അതായത് അനുമോൾ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടുള്ളൊരു ടാസ്ക്. അതിൽ ഞാൻ ഷാനവാസിനെ മാറ്റി നിർത്തുന്നു. ഷാനവാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ള 3 പേരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അനീഷ് ആണെങ്കിലും അക്ബർ ആണെങ്കിലും നൂറയാണെങ്കിലും അനുമോളുടെ വിഷയം എടുത്തിടുന്നുണ്ടായിരുന്നു. പലതരത്തിലാണ് അവരൊക്കെ എടുത്തിട്ടത്. ഇവരൊക്കെ അനുമോളെ നല്ല രീതിയിൽ ഭയക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ? അവിടെ സത്യസന്ധമായി നിൽക്കുന്നത് അനുമോളാണെന്നും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്നുള്ളതും വോട്ട് അനുമോൾക്ക് കിട്ടുമെന്നുള്ളതും 101% ഇവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ അനുമോളെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. മിറർ ടാസ്കിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ തൻ്റെ പ്രതിബിംബത്തോട് നുണ പറയില്ലല്ലോ എന്ന് കരുതിക്കൊണ്ട് അവർ പറഞ്ഞു കൂട്ടുന്നതാണ്. പക്ഷേ അനുമോളുടെ ടാസ്ക് അല്പസമയം മുമ്പാണ് ലൈവിൽ കഴിഞ്ഞത്. തൻ്റെ പ്രതിബിംബത്തോട് സത്യങ്ങൾ പറയുന്നു. കരയുന്നുണ്ട്, ഓഫ് കോഴ്സ് കരയുമല്ലോ. ബിഗ് ബോസിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ബിഗ് ബോസ് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും കരച്ചിൽ വരും. ഇതിൽ അനുമോൾ പറയുന്ന കാര്യമുണ്ട്, ഞാൻ ഇനി എന്നെ അല്ലാതെ മറ്റാരെയും വിശ്വസിക്കില്ല എന്ന്. അനുഭവങ്ങളിൽ നിന്നും പഠിച്ചതാണ് കേട്ടോ ഈ പാഠമൊക്കെ. ഒരുപക്ഷെ ആദ്യം എല്ലാവരും പറഞ്ഞു കൊടുത്തപ്പോൾ മനസ്സിലായില്ല, ഒരുപാട് അടികൾ കിട്ടിയിട്ട് മനസ്സിലായില്ല. പ്രേക്ഷകർ ഇവിടെ നിന്ന് പറയുന്നുണ്ട് അനുമോൾക്ക് പറ്റിയൊരു സൗഹൃദങ്ങളല്ല എന്നുള്ളത്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അക്ബർ ഇന്ന് രാവിലെ നൂറെടുത്ത് പറയുന്നുണ്ടായിരുന്നു, നൂറ നിങ്ങൾ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഇവിടെ നിന്ന് മാത്രമല്ല പുറത്താണെങ്കിലും മീഡിയാസിൻ്റെ മുന്നിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. അനുമോളോട് പുറത്തിറങ്ങിയിട്ട് പേഴ്സണൽ കാര്യമൊന്നും പറയരുത്, അവൾ ക്രൂക്കഡാണെന്ന്. അക്ബറിനെ സംബന്ധിച്ച് ഇതൊന്നും നിർത്താറായിട്ടില്ല. അവസാന ഘട്ടം എത്തി. വോട്ട് അട്ടിമറിക്കുക, അനുമോൾക്ക് കിട്ടുന്ന വോട്ടുകൾ എങ്ങനെയെങ്കിലും കുറയ്ക്കുക എന്ന് കരുതിക്കൊണ്ട് അക്ബറിന് കിട്ടുന്ന വോട്ടുകൾ കൂടണമെന്നില്ല. അക്ബർ മനസ്സിലാക്കുന്നില്ല അക്ബർ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റ് എത്ര ഫേക്ക് ആയിട്ടാണ് അവിടെ നിൽക്കുന്നതെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. ശരിയാണ്, PR കൊടുത്ത് വന്നിട്ടുണ്ട് അക്ബർ. അതുകൊണ്ട് തന്നെ അവരുടെ സപ്പോർട്ട് അക്ബറിന് തീർച്ചയായിട്ടും കിട്ടുമായിരിക്കും. വോട്ട് പൈസ കൊടുത്ത് മേടിക്കുന്നതുകൊണ്ട് അക്ബറിന് അതൊക്കെ വോട്ടിംഗ് ഒക്കെ കിട്ടുമായിരിക്കും. പക്ഷേ പ്രേക്ഷകരുടെ മനസ്സിലൊരു സ്നേഹം ഉണ്ടാവില്ല. അല്ലോ, ഇതൊരു ഗെയിമറാണ്, ഗെയിം കളിച്ചതാണ്, പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിട്ട് കളയും നമ്മൾ എല്ലാ സീസൺ കഴിയുമ്പോൾ. പക്ഷേ അക്ബറിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല കേട്ടോ. ഒരു തരത്തിലോ ഒരു ഇമോഷണൽ കണക്ഷൻ വെക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ആ ഒരു കണ്ടസ്റ്റൻ്റ് അവിടെ കളിക്കുകയാണ്, ഇതൊക്കെ വിട്ടേക്ക്, ഇത് ഗെയിമിൻ്റെ സ്പിരിറ്റിൽ എടുക്കാം എന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് മനസ്സുകൊണ്ട് അത് പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് ക്രൂക്കഡായിട്ട് തൻ്റെ കൂടെയുള്ളവരെയൊക്കെ ഒന്നാം ദിവസം മുതൽ ഓരോരുത്തരും ഗുരുതി കൊടുത്ത് പല കാര്യങ്ങളും സത്യമാണെന്ന് മനസ്സിലായിട്ടും പച്ചക്കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് ഗെയിമിന് വേണ്ടി അല്ലെങ്കിൽ വോട്ടിന് വേണ്ടിയിട്ട് ഒരാളെ ഇട്ടുകൊടുക്കുക, ഇത്രയ്ക്ക് ക്രൂക്കഡായിട്ട് ചിന്തിക്കുക, ഇത്ര ക്രൂക്കഡായിട്ട് പ്രേക്ഷകരെ പറ്റിക്കുന്ന രീതിയിലൊക്കെ ഉള്ളൊരു കളി കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് എനിക്ക് തോന്നുന്നില്ല ഒരു സീസണിൽ ഉണ്ടായിട്ടുണ്ടെന്ന്. അതേപോലെ തന്നെയാണ് അനുമോളുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഒരു സീസണിലും ഇത്രമാത്രം അനുഭവിച്ചൊരു കണ്ടസ്റ്റൻ്റ് ഉണ്ടായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പുറത്തു നിന്നാണെങ്കിലും വീടിനകത്താണെങ്കിലും ഇതുപോലെ റീ എൻട്രി സമയത്തൊക്കെ ആണെങ്കിലും ആരും ഇത്രയൊന്നും ആരെയും ബുള്ള് ചെയ്തിട്ടില്ല. വീടിനകത്തും പുറത്തും ഒരേപോലെ ബുള്ളിങ് അനുഭവിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അനുമോളെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഇപ്പോൾ 7 സീസൺ എടുക്കുകയാണെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ്. ഇത് പേളിമണിയുടെ സീസൺ ഉണ്ടല്ലോ, സീസൺ 1, അതിനകത്ത് പേളിമണി ഇതേപോലെ തന്നെയായിരുന്നു, കരയുമായിരുന്നു. പക്ഷേ ആ സമയത്ത് നമുക്ക് ലൈവ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഇത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഓരോ കണ്ടസ്റ്റൻ്റായിട്ട്. പക്ഷേ എപ്പിസോഡിലൊക്കെ ആണെങ്കിൽ പലപ്പോഴും ആ ചെറിയ ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോഴും വൈറലാണല്ലോ വെളിയുടെ അങ്ങനത്തെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ. വളരെ ബോൾഡായിട്ടുള്ളൊരു ലേഡിയാണ് പേളിമണി. ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ പലപ്പോഴും ഇതേപോലെ തന്നെ എല്ലാ കണ്ടസ്റ്റൻസും ഭയങ്കരമായിട്ട് ബുള്ള് ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് അസൂയ കുശുമ്പൊക്കെ കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് അവർ വേദനിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് അനുമോൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ വേദന അനുഭവപ്പെട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സീസണിൽ ആരും ഇത്രയൊന്നും വിഷമിച്ചിട്ടില്ല. സീസൺ 2-ലാണെങ്കിൽ ആര്യയാണെങ്കിലും ഇത്രത്തോളം ഒന്ന് പുറത്തുണ്ടായിരുന്നു, പക്ഷേ വീടിനകത്ത് എല്ലാവരും ഭയങ്കര സ്നേഹമായിരുന്നു. എനിക്ക് തോന്നുന്നു പേളിമാണിയോട് ഇതേപോലെ തന്നെ ഒരു ദേഷ്യവും വൈരാഗ്യമൊക്കെ ആയിരുന്നു കൂടെ മത്സരിച്ചവർക്ക്. അതേപോലെ തന്നെയാണ് അനുമോൾക്കും. അത് അവർക്ക് കിട്ടാത്തതുകൊണ്ട് മാത്രമുള്ളത്, അല്ലെങ്കിൽ അവർക്ക് കിട്ടാത്തത് നമുക്ക് പ്രയത്നിച്ച് നേടിയെടുക്കാം. പക്ഷെ അവർക്ക് ഒരിക്കലും അതുപോലെ ആകാൻ കഴിയില്ല, മനസ്സുകൊണ്ട് അതാവാൻ കഴിയില്ല. അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം വരുന്നതല്ല, 100 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. ഇതൊക്കെ നമ്മുടെ സ്വഭാവമാണ്, ക്യാരക്ടറാണ്. അപ്പോൾ അതൊന്നും ഒരിക്കലും നേടിയെടുക്കാൻ പറ്റില്ല. വളരെ ബോൾഡായിട്ടുള്ള, ഞാൻ പറയുന്നു ഈ ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും ബോൾഡായിട്ടുള്ള ലേഡി തന്നെയാണ് അനുമോൾ. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. വിന്നറാകുമോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വോട്ടിങ്ങിൽ ഇതെടുത്ത് നോക്കുകയാണെങ്കിലും അനുമോളും അനീഷും തന്നെയാണ് ടോപ്പിൽ നിൽക്കുന്നത്. ഇവരിൽ ആരാണ് വിന്നർ ആവുക എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. ആര് വിന്നർ
ആയിട്ടുണ്ടെങ്കിലും അതെല്ലാം ഗെയിമാണ്. ഇത് നമ്മുടെ സീസൺ 7 ഒരു വിന്നർ വേണ്ടേ, അങ്ങനെ കിട്ടിയൊരു വിന്നർ. പക്ഷേ രണ്ടുപേരും നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. രണ്ടുപേരും രണ്ട് തരത്തിലാണ് കളിച്ചിരിക്കുന്നത്. ജെനുവിനുമായിട്ടും കളിക്കാം, ഫേക്കായിട്ട് കളിക്കാം. എങ്ങനെ കളിച്ചാലും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്. അത് അവർ നേടിയെടുത്തു രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരിൽ ആരാണ് വിന്നറാവുക എന്നുള്ളത് നമുക്ക് നാളെ അറിയാം. ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വോട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ആർക്കാണെങ്കിലും അത് വോട്ടിലൂടെ രേഖപ്പെടുത്താം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലുണ്ടാകും. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.